ഹായ് ഗുഡ് മോർണിംഗ് നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ സുഖമാണെന്ന് വരുന്നു. എനിവേ എല്ലാവരും നല്ലോണം കിടന്നുറങ്ങിയിട്ടുണ്ടല്ലേ. നല്ലോണം ഭക്ഷണം കഴിക്കുക, നല്ലോണം കിടന്നുറങ്ങുക, അവനവൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുക. നമുക്ക് വേണ്ടപ്പെട്ട അടിസ്ഥാന കാര്യങ്ങൾ യാതൊന്നും തന്നെ നമ്മൾ ചോദിച്ച് വേണ്ട കേട്ടോ. നമ്മുടെ വേണ്ടപ്പെട്ട അധികാരികൾ, അതായത് കേന്ദ്ര സർക്കാരും ചെയ്തു തരൂല, കേരള സർക്കാരും ചെയ്തു തരൂല എന്നുള്ള കാര്യത്തിൽ നല്ല ഉറപ്പാണ്. അപ്പം നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളൊന്നും നമ്മൾ ജനങ്ങൾ ചോദിച്ച് വേണ്ട, ഒന്നും അനങ്ങണ്ട കേട്ടോ. അവനവൻ്റെ എല്ലാവരും പറയുന്ന കാര്യമാണ്. മെയിനായിട്ട് എൻ്റെ നാട്ടുകാർ എന്നോട് പറയുന്ന കാര്യമാണ്. ഒട്ടുമിക്ക ആൾക്കാരും ഇങ്ങനത്തെ ചിന്താഗതിക്കാരുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ നാട് മെച്ചപ്പെടാത്തത്. അപ്പം അത് ചിന്തിക്കുക. മെയിനായിട്ട് നിങ്ങളൊക്കെ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് സമ്പത്ത് സമ്പാദിച്ച് വെക്കുന്നുണ്ട് അല്ലേ, സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട്, അത് ശേഖരിച്ച് വെക്കുന്നുണ്ട്. എന്തിനാണ്? നമ്മുടെ മക്കൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് അല്ലേ, അവരെ ഭാവിക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സാമൂഹികപരമായിട്ടുള്ള വിഷയങ്ങളും, അതായത് നമുക്ക് വേണ്ടുന്ന അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പം അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ മക്കൾക്ക് നമ്മുടെ ഈ എന്താ പറയുക, പരിസ്ഥിതി ആയിക്കോട്ടെ, മറ്റുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഒന്നും തന്നെ അവർക്ക് അനുഭവിക്കാൻ പറ്റൂല, നല്ല രീതിയിൽ അനുഭവിക്കാൻ പറ്റൂല. നിങ്ങൾ എങ്ങനെ തന്നെ സ്വത്തുണ്ടാക്കി വെച്ചു കൊടുത്തു കഴിഞ്ഞാലും അത് അവർക്ക് ഉപകാരപ്പെടുമായിരിക്കും. പക്ഷെ അവര് ജീവിക്കേണ്ട സമൂഹം, അതുപോലെ തന്നെ പരിസ്ഥിതി, അതൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരെങ്ങനെ ഈ പൈസ കൊണ്ട് മാത്രം ജീവിക്കുക? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ പറയുക, സാമൂഹികപരമായിട്ടും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്താക്കണം, കുറച്ചെങ്കിലും പ്രതികരിക്കണം. നമ്മുടെ വേണ്ടപ്പെട്ട അധികാരികളോട് ചോദിച്ചു തന്നെ വേണം. നമ്മുടെ വേണ്ടപ്പെട്ട അധികാരികൾ, അത് കേന്ദ്ര സർക്കാർ ആയിക്കഴിഞ്ഞാലും കേരള സർക്കാർ ആയിക്കഴിഞ്ഞാലും നമുക്ക് ചെയ്തു തരൂല എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. നമ്മുടെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഈ കരയുന്ന കുട്ടിയൊക്കെ പാലുള്ളൂ എന്നുള്ളത്. അപ്പം അത് പരമമായിട്ടുള്ള സത്യമാണ്. അങ്ങനെ തന്നെയാണ് നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ചിടത്തോളം. മറ്റുള്ള ഗൾഫ് കൺട്രിയൊക്കെ നോക്കുവാണെങ്കിൽ അവിടെ കരയൊന്നും വേണ്ട കേട്ടോ. അവിടെ വേണ്ടപ്പെട്ട അധികാരികൾ അവർ കരയാണ്ട് തന്നെ കുട്ടികൾക്ക് പാല് കൊടുക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒക്കെ ഇവിടെ കരയണം, അവരെ കാല് പിടിച്ച് നമ്മൾ കരയണം. അവർ വോട്ടിന്റെ ടൈം മാത്രം വന്നിട്ട് ജനങ്ങൾ കാല് പിടിക്കുകയും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭരണത്തിൽ പോയി കഴിഞ്ഞാൽ, ഭരണത്തിൽ ഏറിക്കഴിഞ്ഞാൽ അവർ പിന്നെ ജനങ്ങളെ കാല് പിടിച്ച് നിലത്തടിക്കുന്ന സ്വഭാവമാണ് എല്ലാവർക്കും ഉള്ളത്. അത് കേരള സർക്കാർ ആയിക്കോട്ടെ, കേന്ദ്ര സർക്കാർ ആയിക്കോട്ടെ. ഞാൻ പാർട്ടി ബേസിലല്ല കേട്ടോ പറയുന്നത്. ഇതൊരു വയലേഷൻ വീഡിയോ അല്ല, ഞാനൊരു പാർട്ടിന്റെ അനുഭാവിയല്ല. അപ്പം ഭരിക്കുന്ന പാർട്ടിനെ വിമർശിക്കുന്നുമല്ല. അപ്പം ആ രീതിയിൽ നിങ്ങൾ പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങൾ ആ ഒരു രീതിയിൽ കാണാതിരിക്കുക. അപ്പം ഞാൻ എന്നുള്ളത് കണ്ണൂർ ജില്ലയിൽ നാഷണൽ ഹൈവേ 66, അതായത് എടക്കാട് പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്തായിട്ട്, എടക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിൽ എടക്കാട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാഷണൽ ഹൈവേ 66ഉം അതുപോലെ തന്നെ സർവീസ് റോഡും. എനിവേ അതൊന്നുമല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇവിടുന്ന് തന്നെ സ്റ്റാർട്ടാകാം. അപ്പം ഈ ഒരു ഏരിയ പറയുകയാണെങ്കിൽ നമ്മുടെ എടക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിപ്പെടുന്ന എടക്കാട് ഏരിയ ആണ് കേട്ടോ. ഇതിൽ പോലീസുകാർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റൂല. വേണ്ടപ്പെട്ട വേസ്റ്റ് മാനേജ്മെന്റ് ആണ് ഇതിൽ ചെയ്യേണ്ടത്. കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അവരാണ്. നോക്കിയേ, ഇതിപ്പോ ഞാൻ ആദ്യമായിട്ട് കാണുന്നതല്ല കേട്ടോ. ഡെയിലി ഉള്ള വിഷയമാണ്. ഡെയിലി ഉള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാസം കൊണ്ട് ഇത്രയേറെ വർദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഒരു വേസ്റ്റുകൾ ഈ ഒരു ഏരിയയിൽ. അപ്പം നമ്മുടെ നാഷണൽ ഹൈവേ 66 ഓപ്പൺ ആയതിനു ശേഷം, ഈ ഒരു ഏരിയ ഓപ്പൺ ആയതിനു ശേഷമാണ് ഇപ്പം വീണ്ടും ഇവിടെ വേസ്റ്റുകൾ കാണാൻ തുടങ്ങിയത്. അപ്പം നിങ്ങൾ നോക്കിയേ, സർവീസ് റോഡിലാണ്. സർവീസ് റോഡിൽ കിടക്കുന്ന കോലം നോക്കിയേ, ഇതാ വേസ്റ്റുകൾ അവിടെ ആയിട്ടുണ്ട്. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഒട്ടുമിക്കയിടത്തും ഇത് തന്നെയാണ് അവസ്ഥ. ഒട്ടുമിക്കയിടത്തും ഇത് തന്നെയാണ് അവസ്ഥ കേട്ടോ. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ അത് ടൗൺ ഏരിയ ആയിക്കോട്ടെ, എല്ലാത്തിടങ്ങളായിക്കോട്ടെ, നമ്മുടെ ഈവൻ നാട്ടിൻപുറങ്ങളായിക്കോട്ടെ, ഗ്രാമപഞ്ചായത്തുകളായിക്കോട്ടെ, ഈവൻ കോർപ്പറേഷൻ പരിധി ഏരിയയിൽ വരെ, നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ആദികടലായി ഭാഗത്ത് വരെ ആഴ്ചക്ക് ഒന്ന് വന്ന് ക്ലീൻ ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല കേട്ടോ. ഇത് നോക്കിയേ നിങ്ങൾ, ഇത് നോക്കിയേ. ഇങ്ങനെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കഴിഞ്ഞ 2-3 കൊല്ലം മുൻപ് കൊറോണയാണ് വന്നത്. പക്ഷെ അതിലും വലിയ മാരകമായിട്ടുള്ള രോഗങ്ങൾ ഇനി വരാൻ ബാക്കി നിൽക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങളെല്ലാവരും നല്ലോണം കിടന്നുറങ്ങുക, നല്ലോണം ഭക്ഷണം കഴിക്കുക, അവനവൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുക. ഇതിനൊന്നും ആരും പ്രതികരിക്കണ്ട കേട്ടോ. പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇതിനൊന്നും ബെനിഫിറ്റ് ഉണ്ടാവില്ല. ശരിയാണ്, ഞാനിങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ ആൾക്കാർ പറയുന്ന ഒരു സംഭവമാണ്, നീ ഇതിങ്ങനെയുള്ള വീഡിയോ ചെയ്തിട്ട് എന്താ കാര്യം, അതിനെന്താ ബെനിഫിറ്റ്? ആരും ഒന്നും പ്രതികരിക്കില്ല,
അതിലൊന്നും ഒരു കാര്യമില്ല എന്ന് ആൾക്കാർ പറയുന്നത്. അപ്പം കാര്യം ഉണ്ടാവോ ഇല്ല എന്നുള്ളത് എനിക്ക് അറിയണം. അപ്പോൾ ഇതിനെന്താണ് വേണ്ടപ്പെട്ട അധികാരികൾ എന്ത് നടപടിയാണ് കൈക്കൊള്ളുക എന്നുള്ളത് എനിക്ക് കണ്ടറിയണം. നോക്കട്ടെ, നമ്മളിവിടെ ടാക്സും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ട് ജീവിക്കുന്നത് വെറുതെ അല്ല കേട്ടോ. അപ്പം നമുക്ക് വേണ്ടുന്ന അടിസ്ഥാന കാര്യങ്ങൾ അത് എക്സ്ട്രാ പൈസ കൊടുക്കാതെ വേണമെന്നുണ്ടെങ്കിൽ വേണ്ടപ്പെട്ട അധികാരികൾ ചെയ്തു തരാനുള്ള കടമയുണ്ട് അവർക്ക്. അതിന് കയ്യിലാണെന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോട്, ഭരിക്കുന്ന ആൾക്കാർ ഇറങ്ങിപ്പോടുക, അതാ നല്ലത്. ഞാനിത് പാർട്ടി ബേസിൽ പറയുന്നില്ല കേട്ടോ, ഇത് പാർട്ടി ബേസിൽ പറയുന്നല്ല. അത് ഏത് ഗവൺമെന്റ് തന്നെ ആയിക്കഴിഞ്ഞാലും, കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, പിന്നെ മാർക്സിസ്റ്റ് ആയിക്കോട്ടെ, ഇത് നോക്കിയേ നിങ്ങൾ, മൊത്തം വേസ്റ്റുകളാട്ടോ. ഇതൊന്നും എനിക്ക് തൊടാൻ കഴിയില്ല. തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊറോണ അല്ല, എന്താ പറയാ, ഡെങ്കിപ്പനി, എലിപ്പനി, ഇതും എല്ലാ വിധത്തിലുള്ള രോഗങ്ങളും വരും. നോക്കിയാ, ഇതൊക്കെ ഷോപ്പുകളിൽ നിന്ന് പിന്നെ വലിച്ചെറിയുന്ന ഇതാന്ന് കേട്ടോ. ഫ്രൂട്ട് ഷോപ്പും അതുപോലെ പച്ചക്കറി വെജിറ്റബിൾ ഷോപ്പിൽ നിന്നൊക്കെ വലിച്ചെറിയുന്ന സംഭവങ്ങളാണ്. അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ടുണ്ട്. ഇതാ പാമ്പേഴ്സ്, ഇതാ കെട്ട് കണക്കിനുണ്ട്. ഇതിപ്പം ഇതിന്റെ ഒരു സൈഡാണ് കേട്ടോ, നാഷണൽ ഹൈവേയുടെ ഒരു സൈഡാണ്, നമ്മുടെ കണ്ണൂരേക്ക് പോകുന്ന ഭാഗത്താണ് ഇത് ഇപ്പൊ നിലവിലുള്ളത്. മറ്റേ സൈഡ് നോക്കുവാണെങ്കിൽ ഇതിലും കൂടുതലുണ്ട് കേട്ടോ. ഇത് നോക്കി നിങ്ങൾ, വലിയ വലിയ ചാക്കിലാന്നുള്ളത്. ഇതാ ബോട്ടലുകൾ, ഇതാ അതിനൊന്നുമില്ല കേട്ടോ, ബാക്കി ഇവിടെ കൊണ്ടിടാൻ ബാക്കി ഒന്നുമില്ല. ഇതാ വലിയ വലിയ ചാക്കിൽ ഇത് നോക്കിയാ, ഇതെല്ലാം എപ്പം ദ്രവിക്കാനാ ഇത്? എപ്പം ദ്രവിക്കാനാ ഇത്? ഇതാ എല്ലാത്തിലും കെട്ട് പമ്പേഴ്സുകൾ കേട്ടോ. ഇത് നോക്കി നിങ്ങള്, ഇതെല്ലാം എങ്ങനെ എങ്ങനെയാണ് നശിക്കിയതല്ലോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയത്, എന്തായിരിക്കും അവസ്ഥ? ഇതാ ഇതാണ് അവസ്ഥ. ഇതൊരു സൈഡിൽ മാത്രമുള്ള കാര്യം കേട്ടോ, നമ്മുടെ നാഷണൽ ഹൈവേ 66ന്റെ ഒരു സൈഡിൽ മാത്രമുള്ള സംഭവമാണ്. ഇത് നോക്കിയാൽ നിങ്ങൾ, കെട്ട് കണക്കിന്. ഇതാ എല്ലായിടത്തും വേസ്റ്റാണ്. ഇതാ എല്ലായിടത്തും വേസ്റ്റാണ്. ഇതാ എന്താ കഥ. അപ്പൊ ആരും തന്നെ പ്രതികരിക്കേണ്ട കേട്ടോ. ഇത് വേണ്ടപ്പെട്ട അധികാരികൾ കാണുന്നുണ്ടെങ്കിൽ, വേണ്ടുന്ന നടപടി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് ചെയ്യും കേട്ടോ. നേരെ കേന്ദ്രത്തിലേക്കല്ല, കേന്ദ്രത്തിൽ മോഡിന്റെ അടുക്ക പോയിട്ട് തന്നെ ഞാനിത് പറയും, എന്നെ കൊണ്ടാവുകയാണെങ്കിൽ. അതിൽ എൻ്റെ പൈസ പോവാണെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടിനാ. വേണ്ടപ്പെട്ട അധികാരികൾ ഇതൊന്നും നമുക്ക് ചെയ്തു തരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിൽ സർക്കാർ വേണ്ടാലോ. നമ്മുടെ നാട്ടിൽ സർക്കാരുകൾ വേണ്ട, അത് തന്നെ.